എല്ലാവർക്കും നമസ്കാരം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹോർലിക്സ്, ബൂസ്റ്റ് ഇതിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കത് വളരെ ഈസിയായി തന്നെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 1-2 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്താൽ മാത്രം മതി. മാത്രമല്ല നമുക്കിതിൽ പല ഫ്ലേവറിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പല രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ല. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് എന്തെല്ലാം നമുക്ക് എടുക്കണമെന്ന് നോക്കാം. നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് വെച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാൽപ്പൊടി ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്, പിന്നെ പിസ്ത, ബദാം, ഇതൊക്കെ ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട്. 100 ഗ്രാം ബദാമും 100 ഗ്രാം അണ്ടിപ്പരിപ്പും 100 ഗ്രാം പിസ്തയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2 എണ്ണം ഉണ്ടാക്കാനായിട്ടാണ് എടുത്തത്. അതായത് ഞാൻ ഹോർലിക്സിൽ പിസ്ത മാത്രമേ ചേർക്കണുള്ളൂ. ബാക്കി 2 ഞാൻ ബൂസ്റ്റിലേക്കാണ് ആഡ് ചെയ്യണത്. ഇത് മാത്രമല്ല കേട്ടോ, ഇത് ബൂസ്റ്റിലേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ പൗഡറോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളത് തയ്യാറാക്കുന്ന നേരത്തെ ഞാൻ പറയാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഗോതമ്പ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഗോതമ്പ് പൊടിയാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അത് വറുത്താലും മതി. പക്ഷെ ഗോതമ്പ് പൊടിയേക്കാളും നല്ലത് ഗോതമ്പ് വറുത്ത് പൊടിച്ച് നമ്മൾ എടുക്കുന്നതാണ്. അതല്ലാതെ നമുക്ക് വേറെ രീതിയിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഗോതമ്പ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 6-7 മണിക്കൂർ നമ്മളത് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. അതിനുശേഷം അത് വെള്ളം വാർത്ത് കളഞ്ഞ് നമുക്ക് അത് മുളപ്പിക്കാനായിട്ട് വെക്കണം. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ചെറുപയർ മുളപ്പിച്ചത്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതും മുളപ്പിക്കാനായിട്ട് വെക്കേണ്ടത്. ഞാൻ അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗോതമ്പ് കഴുകി ഒരു 7-8 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒന്നെങ്കിൽ ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ കെട്ടി ഒരു 1-2 ദിവസം നമ്മൾ എടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുള വരും. ആ മുള വന്നിട്ടുള്ള ഗോതമ്പ് എടുത്തിട്ട് നമുക്ക് വറുത്ത് പൊടിക്കാവുന്നതാണ് ഇതിലേക്ക്. അതൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം ഇതിൽ മാറ്റം വരുത്താം. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യണത്. അങ്ങനെ മുളപ്പിക്കാത്ത ഗോതമ്പാണ് ഞാൻ ഇന്ന് ഇതിലേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതങ്ങനെ വെക്കണവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഗോതമ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം കുറയും. അപ്പോൾ നമ്മൾ സ്വല്പം വെള്ളമൊക്കെ അതിൽ തെളിച്ച് കൊടുത്തതിന് ശേഷം വേണം എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് മുളപ്പിച്ചിട്ടായാലും ഇത് വറുത്ത് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഹോർലിക്സ് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഹോർലിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഗോതമ്പ് കഴുകി ഉണക്കി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കണം. അതിന് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗോതമ്പ് ഇട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കണം അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഗോതമ്പും വറുത്തെടുക്കേണ്ടത്. നമുക്ക് ഗോതമ്പ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആ സമയത്ത് അത് ചെറിയൊരു ബ്രൗൺ കളറാവും. ബ്രൗൺ കളറാവുക എന്ന് മാത്രമല്ല കേട്ടോ, അതിലൊന്ന് ഓരോന്നിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവാം ഗോതമ്പ് കറക്റ്റായി തുടങ്ങി. അങ്ങനെ എല്ലാതും എല്ലാം പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമുക്കത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും. ഗോതമ്പ് പൊടി എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഗോതമ്പ് പൊടി ചെയ്യണേക്കാളും നല്ലത് ഗോതമ്പ് ചെയ്യണതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ബൂസ്റ്റ് ചെയ്യണത് ഗോതമ്പ് പൊടി വെച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് വറുക്കണതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇത് എന്തായാലും ഗോതമ്പ് വെച്ചിട്ട് ചെയ്യാം. ഇതിങ്ങനെ ഓരോന്നും പൊട്ടിത്തെറിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കറക്റ്റായി തുടങ്ങിയെന്ന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പൊട്ടി കറക്റ്റാവും ആ ചൂടിൽ തന്നെ ഇരുന്നുകൊണ്ട്. നമ്മുടെ ഗോതമ്പ് അങ്ങനെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്കിട്ട് പരത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മറ്റുള്ളതൊക്കെ വറുത്തെടുക്കണം. നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. നമ്മളത് ബൂസ്റ്റിലേക്കാണ്. പക്ഷേ എല്ലാം അത് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളിതിൽ പിസ്ത ഫ്ലേവറാണ് ചെയ്യണത്. അപ്പോൾ പിസ്ത മാത്രമാണ് വറുക്കുന്നത്. എങ്കിലും ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം.
പിസ്ത നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഏകദേശം റെഡി ആവുന്ന സമയത്ത് അതിലേക്ക് പിസ്തയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് നമുക്കിത് രണ്ടും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പിസ്ത മാത്രമല്ല അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമും ഒക്കെ ഹോർലിക്സിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് ആ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏലക്കായ പൊടി ചേർത്തിട്ട് ആ ഒരു ഫ്ലേവർ തയ്യാറാക്കാം. പിന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അങ്ങനെ ചെയ്യാം. അങ്ങനെ പല ഫ്ലേവറിലും നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിലേക്ക് ബദാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബദാം എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതിനുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു ന്യൂട്ടെല്ലയുടെ. അപ്പം ന്യൂട്ടെല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്, കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അങ്ങനെ ന്യൂട്ടെല്ലയുടെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിരുന്നു. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. നമ്മളെല്ലാം അങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞു. നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. അതായത് ഞാൻ പിസ്തയാണ് ഗോതമ്പിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ബൂസ്റ്റിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പിസ്ത ഒരു ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതും അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പും കൂടെ നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഗോതമ്പാണ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നമ്മൾ എല്ലാതും പൊടിച്ചു കഴിഞ്ഞു. നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിൽ തരി ഉണ്ടായ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത് ഇത്രയും ബാക്കി വന്നു. ഇത് ഞാൻ ഒന്നും കൂടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഗോതമ്പും പിസ്തയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് പൊടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ആഡ് ചെയ്യണം. അതായത് 3/4 കപ്പ് പാൽപ്പൊടിയാണ് നമുക്ക് ഇതിലേക്ക് എടുത്തിട്ട് ആഡ് ചെയ്യേണ്ടത്. 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3/4 കപ്പ് പാൽപ്പൊടി. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ആവശ്യമുണ്ട്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിയാണ് ആഡ് ചെയ്യണത്. പഞ്ചസാര പൊടി വേണം നിർബന്ധമില്ല. പഞ്ചസാര നമുക്ക് പൊടിക്കണ സമയത്ത് അതിലേക്ക് ഇട്ട് പൊടിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് ആഡ് ചെയ്യണമെങ്കിൽ പഞ്ചസാര പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് ജാറിലിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യണില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പഞ്ചസാര അതായത് മധുരത്തിൻ്റെ ലെവലൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ഇത്തിരി മധുരം കുറവാണ് താല്പര്യം. എങ്കിലും ഞാനിത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ സ്വല്പം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഗോതമ്പ് ഫ്രൈ ചെയ്ത് പൊടിച്ചതും പഞ്ചസാരയും പാൽപ്പൊടിയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോർലിക്സിൻ്റെ പെർഫെക്റ്റ് രൂപമായി. പിന്നെ നമ്മൾ അതിന് ഓരോ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് ചേർക്കുന്നത്. നമ്മളിപ്പോൾ പിസ്ത ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിൽ പിസ്ത ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏലക്കയുടെ ടേസ്റ്റാണ് വേണമെങ്കിൽ ഇതിൽ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. അതല്ല ചോക്ലേറ്റിൻ്റെയാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ചോക്ലേറ്റ് പൊടിയോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ ബദാമും അണ്ടിപ്പരിപ്പും പിസ്ത ഇതിൻ്റെ 3ൻ്റെ ഫ്ലേവറാണ് വേണമെങ്കിൽ 3ഉം കൂടെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് എന്ത് വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താം. കറക്റ്റായിട്ടുള്ള ഫ്ലേവർ എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത് ഗോതമ്പും പാൽപ്പൊടിയും പഞ്ചസാരയും ചേർന്നതാണ് ഹോർലിക്സ്. ഇത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഹോർലിക്സിൻ്റെ അതേ ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ ഇത് ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര പൊടി ആഡ് ചെയ്തിരുന്നു. അങ്ങനെ മൊത്തം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിസ്ത ഫ്ലേവറിലുള്ള ഹോർലിക്സ് ഇവിടെ കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ബൂസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഗോതമ്പ് വാങ്ങിയിട്ട് മില്ലിൽ പൊടിച്ച പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാങ്ങിച്ച പൊടിയായാലും യൂസ് ചെയ്യാം. പക്ഷേ മൈദപ്പൊടി ഒരിക്കലും യൂസ് ചെയ്യരുത്.
നമ്മൾ പൊടിക്കണ പൊടിയാകുമ്പോൾ ഒത്തിരി കൂടി നന്നാവും. നിങ്ങൾക്ക് അതിൽ താല്പര്യപ്രകാരം മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അത് കൈയെടുക്കാതെ തന്നെ നമ്മളത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് ഇളക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ അതൊരു ബ്രൗൺ കളർ അടിയിൽ കാണും. അന്നേരം നമ്മൾ തീ ഓഫ് ചെയ്യോ അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തുടരെ ഇളക്കി കൊടുക്കണം. നമ്മുടെ ഗോതമ്പ് പൊടി അങ്ങനെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഗ്യാസുമ്മ വെക്കണില്ല. ഗ്യാസുമ്മ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് ഇളക്കി ചൂടാറ്റുകയാണ്. അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ബദാമും അണ്ടിപ്പരിപ്പും പൊടിച്ചെടുക്കാം. ബദാമും അണ്ടിപ്പരിപ്പും പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി അരയ്ക്കാൻ പാടില്ല. അരഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ ഇറങ്ങിയിട്ട് അത് ആകെ കട്ടിയായി പോവും. അതുകൊണ്ട് ജസ്റ്റ് അടിച്ചടിച്ച് നിർത്തിയിട്ട് നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ വറുത്ത് വെച്ചിരുന്നത്. പിന്നെ ഇതെല്ലാം പൊടിച്ചത് 1/4 കപ്പ് ഉണ്ടായിരുന്നു. കൂടാതെ നമുക്കിതിലേക്ക് ചോക്ലേറ്റ് പൗഡർ, അതായത് കൊക്കോ പൗഡറല്ല നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്, ഡ്രിങ്കിങ് ചോക്ലേറ്റ് പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. കൊക്കോ പൗഡർ ആയാലും കുഴപ്പമില്ല. 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് ചോക്ലേറ്റ് പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്കിതിലേക്ക് പാൽപ്പൊടി വേണം. അത് 250 കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാൽപ്പൊടിയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അതിനായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ബൂസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് കൊടുക്കാൻ വളരെ നല്ലതാണ്. നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. നമ്മൾ വാങ്ങിക്കുന്ന ബൂസ്റ്റിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ബൂസ്റ്റും ഹോർലിക്സും ഒന്ന് പാലിൽ കലക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം ഹോർലിക്സ് എങ്ങനെയാണ് കലക്കണേന്ന് നോക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഹോർലിക്സാണ് ഇതിലിട്ടിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് തിളപ്പിച്ച പാല് സ്വല്പം അതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നിറച്ചൊഴിക്കേണ്ട, കുറച്ചൊഴിച്ചാൽ മതി. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് മധുരം കുറവാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ മധുരം ആഡ് ചെയ്യണില്ല. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഫുള്ള് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബൂസ്റ്റും ചെയ്ത് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബൂസ്റ്റും ഹോർലിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഓരോന്നും 1/2 കിലോ വീതം ഉണ്ട്. അതായത് മൊത്തം 1 കിലോനാണിത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചളവ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ അളവ് വെച്ച് ചെയ്യാം. നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. പുറത്ത് അത്ര സൂക്ഷിക്കേണ്ടത് നല്ലതല്ല. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് എത്ര നാളങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. അതുപോലെ ഫ്രിഡ്ജിലാണെങ്കിലും നിങ്ങൾ മാക്സിമം ഒരു 10 ദിവസമൊക്കെ സൂക്ഷിക്കണം നല്ലത്. ഇത് മാത്രമല്ല, എന്തും നമ്മൾ ഫ്രിഡ്ജിൽ അധികം സൂക്ഷിക്കുന്നത് നല്ലതല്ല. അപ്പോൾ നിങ്ങളത് നല്ലൊരു ടൈറ്റുള്ള പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കേണ്ടതാണ്. ആവശ്യാനുസരണം എടുക്കാം. നിങ്ങളപ്പോൾ കുറച്ചളവ് വെച്ചിട്ട് ചെയ്താലും മതി. ഇത് ഒത്തിരി ടേസ്റ്റും ഒത്തിരി നല്ലതുമാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.